കോക്കനട്ട് ദോശയും പരിപ്പ് ചമ്മന്തിയും. ഈ ദോശയിൽ ഉഴുന്ന് ചേർക്കണ്ട, കഴിക്കാൻ നല്ല രുചിയാണ്. ഏത് കറിയുടെ കൂടെയും കഴിക്കാം. എന്നാലും വളരെ വ്യത്യസ്തമായ രുചിയോടെ പരിപ്പ് ചമ്മന്തിയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ദോശ തവയിൽ നല്ലെണ്ണ ഗ്രീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നെയ്യാവാം. ദോശ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം പരത്തണ്ട, മാവ് ഒഴിക്കുമ്പോൾ തന്നെ തനിയെ പരന്ന് വരും. കുറച്ച് നല്ലെണ്ണ വീണ്ടും സ്പ്രിങ്കിൾ ചെയ്യാം, എന്നിട്ട് അടച്ചു വയ്ക്കാം. തിരിച്ചിടണ്ട. ഇങ്ങനെ നല്ല ഫ്ലഫിയായ ഈ ദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല രുചിയുമാണ്. 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കാം. വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ സോക്ക് ചെയ്യാം. 1/4 കപ്പ് അവൽ, അതായത് പോഹ, ഇതുപോലെ സോക്ക് ചെയ്യാം. ഇനി സോക്കായ അരി വെള്ളം മാറ്റിയിട്ട് ഈ കുതിർന്ന അവലിൻ്റെ കൂടെ ചേർക്കാം. 1/4 കപ്പ് തേങ്ങയും ചേർത്ത് അരയ്ക്കാം. കണ്ടോ, മാവ് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി കിട്ടും. പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഈ പാകത്തിന് 8 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കാം. 1/4 കപ്പ് പരിപ്പ്, 7-8 വെളുത്തുള്ളി, 3 മുളകും കറിവേപ്പിലയും ചേർത്ത് വറുക്കാം. നല്ല മണമാണ്. വറുത്ത പരിപ്പിൽ 1 നുള്ള് കായപ്പൊടി, 1 നുള്ള് ജീരകം, പാകത്തിന് ഉപ്പ്, പുളി. ഇനി ചേർക്കുന്നത് മൈക്രോ ഗ്രീൻസ്, മുളപ്പിച്ച ധാന്യങ്ങൾ. വീണ്ടും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഇലകളുണ്ടാവും. ഇതിലിപ്പോൾ ചെറുപയർ, മുതിര, ഉലുവ, വൻപയർ, മല്ലി ഒക്കെയുണ്ട്. എല്ലാം കൂടെ ഒരു ചട്ടിയിൽ തന്നെ വളരും. സാധാരണ പയർ കഴിക്കുമ്പോൾ കിട്ടുന്ന പോഷകങ്ങളുടെ 40 ഇരട്ടിയോളം ഈ ഇലകളിൽ നിന്ന് കിട്ടും. ഗുണം മാത്രമല്ല, രുചിയുടെ കാര്യത്തിൽ മുന്നിലായ മൈക്രോ ഗ്രീൻസ് ഇനി മുറിച്ചെടുക്കാം. ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. ഏത് വിത്ത് വേണമെങ്കിലും, അടുക്കളയിലിരിക്കുന്ന ഏത് ധാന്യം വേണമെങ്കിലും മൈക്രോ ഗ്രീൻസായി നമുക്ക് തയ്യാറാക്കാം. ഇലക്കറികൾ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അളവിൽ കുറച്ച് കഴിച്ചാലും ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടും. മുറിച്ചെടുത്ത ഇലകൾ നന്നായി കഴുകി വറുത്ത പരിപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. സ്വാദിഷ്ടമായ ചമ്മന്തി റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാം. 8 മണിക്കൂറിന് ശേഷം ഇതുപോലായ മാവ് 1 സ്പൂൺ എടുത്ത് നല്ലെണ്ണ ഗ്രീസ് ചെയ്ത ദോശ തവയിലൊഴിച്ച് നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് പാത്രം അടച്ച് ചെറു തീയിൽ കുക്ക് ചെയ്ത് വെറുതെ കഴിക്കാനും നല്ല രുചിയുള്ള തേങ്ങാ ദോശ തീർച്ചയായും ഇഷ്ടമാവും.